400 രൂപയുടെ ഷർട്ടാണ് ഇടുന്നതെങ്കിൽ അതിൽ കൂടുതൽ വിലയുള്ള ഷർട്ട് ഇടുന്നു എന്നൊരു വ്യത്യാസമല്ലാതെ ഞാൻ നായകനായതുകൊണ്ട് പ്രത്യേക മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. പ്രദീപ് രംഗനാഥൻ. അതാണ് വന്ന വഴി മറക്കരുത്. ഈ ഒരു വിനയവും ഈ ഒരു പെരുമാറ്റമാണ് താങ്കളെ മുന്നോട്ട് നയിക്കുന്നത്. ഇപ്പോൾ യൂട്യൂബർ എങ്ങാണ്ടും ബോഡി ഷേമിങ് നടത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു നടിക്കെതിരെ നടത്തിയതുകൊണ്ട് ഭയങ്കര വിവാദം. ഇതേപോലെ ഒരു ഓഡിയോ ലോഞ്ചിലാണ് താങ്കളെ നായകനാവാനുള്ള ലുക്കുണ്ടോ എന്ന് വെച്ച് കളിയാക്കി. അന്ന് ശരത് കുമാറാണ് ഇതിൽ പ്രതികരിച്ചത്. ഇവിടെ ആ നടിയാണ് പ്രതികരിച്ചത്, കൂടെ വേറെ ആരുമില്ല. അന്ന് ശരത് കുമാർ ശക്തമായിട്ട് പ്രതികരിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അയാൾക്കിട്ടുള്ളൊരു മറുപടി എന്ന രീതിയിൽ താങ്കളുടെ പടം 100 കോടി ക്ലബ്ബ് നേടി. 3 പടം 100 കോടി ക്ലബ്ബിൽ താങ്കൾ നേടി. താങ്കൾ കഠിനാധ്വാനി തന്നെയാണ്. ലുക്കൊന്നും ഒരു കാര്യമല്ല. നമ്മൾ ആരെയും നോക്കേണ്ട കാര്യമില്ല. നമ്മളെപ്പോഴും വിനയം ഉണ്ടായിരിക്കുക. ആ വിനയം തന്നെ എത്ര കളിയാക്കിയാലും ഇതൊക്കെയായാലും വിനയം വന്ന വഴി മറക്കാതിരിക്കുക. താങ്കൾക്ക് ഇനിയും നല്ല വിജയങ്ങളുണ്ടാവട്ടെ. തീർച്ചയായിട്ടും ഇതിനെതിരെ അന്ന് ഒരു സംഭവം ഉണ്ടായപ്പോൾ നാഗാർജുന പറഞ്ഞു ഒരു മെലിഞ്ഞാൾ വന്ന് സൂപ്പർ സ്റ്റാറായി, പിന്നെ അതേ വേറൊരു മെലിഞ്ഞാൾ വന്നു, ഇനി താങ്കളും അതിൻ്റെ പിന്നാലെ വാർത്ത തേടി വരും എന്നുള്ളത്. ആ വാക്ക് സത്യമാവട്ടെ. അത് ഒരു വീടുമില്ലാത്ത ബോധമില്ലാതെ ഒരുത്തനാണ് പറഞ്ഞത്. ധനുഷ്, രജനീകാന്ത് ഇവരൊക്കെ സ്റ്റാർഡം പിടിച്ചിരുന്നത് ഇതേ തമിഴ് മേഖല തന്നെ. ഈ ലുക്കും ശരീരമൊക്കെ വെച്ച് തന്നെയാണ്. അത് വെച്ച് നിങ്ങളൊക്കെ അതൊരു കുറവേ അല്ല. ഒരു ഹീറോ ആവാൻ രീതി വേണമെന്നൊന്നും ഒരു നിയമവും ഇല്ല. തീർച്ചയായിട്ടും എല്ലാ ഭാവുകളും നേരുന്നു. താങ്കൾ ഇനിയും മുന്നോട്ട് വരണം. നല്ല നല്ല സിനിമകൾ ചെയ്യണം. നല്ല വ്യക്തിയായി ഇരിക്കട്ടെ എന്ന്, നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.